ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ബിഗ് ബോസിൽ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പവർ റൂമിൻ്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് പവർ റൂമിലുള്ളവർക്ക് എന്ത് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ബാധ്യതയായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അതായത് പവർ റൂമിലുള്ളവർക്ക് വെറുതെ ഇരിക്കാം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പവർ റൂമിലുള്ളവർക്ക് ജോലിയൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. ഇപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ റൂമിലുള്ളവർക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊക്കെയാണ് പവർ റൂമിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ബാത്റൂം ക്ലീൻ ചെയ്യിക്കണമെങ്കിലോ, പിന്നെ നമുക്ക് പവർ റൂമിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് മത്സരങ്ങളിൽ ഏറ്റെടുത്ത് അതിൽ ജയിച്ചു കഴിഞ്ഞാൽ പവർ റൂമിലേക്ക് പോകാം. പിന്നെ ക്യാപ്റ്റനും പവർ റൂമിൻ്റെ ക്യാപ്റ്റനുമായിട്ടുള്ളവർക്കായിരിക്കും ഇതുപോലെ തന്നെ പവർ റൂമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആരെക്കൊണ്ടാണ് ചെയ്യിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൂടാതെ കുറച്ച് മുമ്പ് ലൈവിൽ നടന്നൊരു സംഭവമാണ്. അതായത് സിജോയും രതീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാകുന്നുണ്ട്. സിജോ രതീഷിനോട് പറയുന്നുണ്ട്, നേരെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിന്ന് നീ പെടുക്കും, അതായത് കിടന്ന് പെടുത്തും, അത്രയ്ക്ക് ഉള്ളതേ ഉള്ളൂ നീ എന്ന് സിജോ ഇങ്ങനെ രതീഷിനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ജാസ്മിൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ജാസ്മിൻ അവിടെ നിന്ന് ഒരു തഗ് ഡയലോഗ് അടിക്കും, അതിനെന്താ സിജോയുടെ മൂത്രസഞ്ചി എന്തുവാ രതീഷിൻ്റെ കയ്യിലാണോ ഇരിക്കുന്നതെന്ന്. അതായത് ജാസ്മിൻ അവിടെ പവറായിട്ട് തീയായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ആരെന്തു പറഞ്ഞാലും ഉരുളയ്ക്ക് ഉപ്പേരി എന്നുള്ള രീതിയിലുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്തായാലും ബിഗ് ബോസിൽ ഒരു മിനിമം ഒരു ടോപ്പ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ജാസ്മിൻ പക്കയായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അവരുടേതായ സ്ഥാനം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതുവരെ അതായത് പവർ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് ഓരോരുത്തരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ ഗബ്രി പറയുന്നുണ്ട്, എന്തായാലും അൻസിബയ്ക്ക് എന്തെങ്കിലും ജോലി കൊടുക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പവർ റൂമിൻ്റെ ആ പവർ ഒന്ന് കൈ കിട്ടിയിട്ട് വേണം ജാസ്മിനെ എല്ലാം അൻസിബയെ കൊണ്ട് ഇതുപോലെ എനിക്ക് ബിരിയാണി വെപ്പിക്കാമെന്നൊക്കെ ഗബ്രി പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് യമുന അവിടെ നിൽപ്പുണ്ട്. യമുന പറയുന്നുണ്ട്, എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ കൊടുക്കും. രാവിലെ ഇവിടെ നടന്ന സംഭവമൊക്കെ ആലോചിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് പവർ റൂമിൽ കയറിയിട്ട് വേണം ഇവിടെയുള്ള എല്ലായിടത്തെയും കൊണ്ട് പണിയെടുപ്പിക്കാമെന്നൊക്കെ യമുന ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തകർപ്പനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. തുടർന്നും ലൈവ് അപ്ഡേറ്റ്സ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.